ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കല്യാണം സീരീസ് പാർട്ട് 1 വീഡിയോ ആണ്. എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് നമ്മൾ പുടവ എടുക്കാൻ പോയൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ സൈഡിൽ നിന്നുള്ള ചേട്ടൻ്റെ അമ്മയെ ചേട്ടൻ്റെ ഭാര്യ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ കസിൻസ്, പിന്നെ ചേച്ചിയുടെ അമ്മായി, അതായത് എൻ്റെ അമ്മ, ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. നമ്മൾ മഹാലക്ഷ്മി, തിരുവല്ല മഹാലക്ഷ്മിയിലാണ് പോയത്. നമ്മൾ ചെന്ന് കയറി നമ്മൾ ആദ്യം പോയത് വെഡ്ഡിങ് സാരി സെക്ഷനിലേക്കാണ്. അവിടെ ചെന്ന് നമ്മളൊരു 7-8 സാരിയോളം നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് നമ്മളൊരു സാരി ഫൈനലൈസ് ചെയ്തത്. കല്യാണ സാരി ചെന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ, ഒരേ ഡിസൈൻ നമുക്ക് എല്ലാ സാരിയും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ തോന്നും. അങ്ങനെ നമ്മളൊരു 7-8 സാരി ട്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു സാരി ഫൈനലൈസ് ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതാണ് നല്ലതെന്നൊക്കെ ഞങ്ങൾ തമ്മിലൊന്ന് ഡിസ്കഷനും നടക്കുന്നുണ്ട്. ചേച്ചിയോടും ചോദിക്കുന്നുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ടൈം അവിടെ കല്യാണ സാരി എടുക്കാൻ വേണ്ടി സ്പെൻഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം ടൈം അതിന് പോയിട്ടുണ്ട്. കാരണം നമുക്ക് നോക്കിയിട്ട് എല്ലാം നന്നായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു സത്യത്തിൽ. കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഈ 2 സാരി വെച്ച് നോക്കിയിട്ട് ഇതിലൊന്നാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിസപ്ഷൻ്റെ സാരി എടുക്കാനാണ് പോയത്. ഫസ്റ്റ് നമ്മൾ ഡിസൈനർ സാരീസാണ് നോക്കിയത്. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 7-8 സാരിയോളം ഡിസൈനർ സാരി, അതായത് ഷിഫോൺ ടൈപ്പും നെറ്റ് ടൈപ്പും ഒക്കെ നമ്മൾ നോക്കി. ബട്ട് അതൊന്നും നമുക്കിങ്ങോട്ടും മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അത് ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരു രീതിയിൽ വന്നു. ചേച്ചി ആക്ച്വലി മനസ്സിൽ ഉറപ്പിച്ച് പോയിരുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ ഉദ്ദേശിച്ച് പോയിരുന്നത് ഒരു ബനാറസി മോഡൽ സാരിയാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വന്ന് ഓൾറെഡി സേവ് ദ ഡേറ്റിന് ഒരു സാരി എടുക്കുന്നുണ്ട്. അതും ഏകദേശം ഒരു ട്രഡീഷണൽ ടൈപ്പാണ്. എന്നാൽ ഇതിനൊന്ന് മാറ്റി നോക്കിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ വെച്ചാണ് ചേച്ചി ഇതെടുത്ത് നോക്കിയത്. ബട്ട് വെച്ച് നോക്കിയിട്ടൊന്നും നമുക്കും ഇഷ്ടപ്പെടുന്നില്ല, ചേച്ചിക്കും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം നമ്മൾ ഇപ്പം ഈ ഒരു ഉടുത്ത് നോക്കുന്ന ഒരു ബ്ലൂവില്ലേ, ആ ഒരു ഷെയ്ഡിലെ ബനാറസി സാരിയാണ് എടുത്തത്. പക്ഷേ ആ സാരി നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതെൻ്റെ കയ്യിലില്ല. ഇതൊക്കെ നമ്മൾ കുറേ അങ്ങ് വെച്ച് നോക്കി. അവസാനം നമ്മൾ ആ ബനാറസിയിലേക്ക് തന്നെ പോവുക ചെയ്തത്. ആ വീഡിയോ ആണെങ്കിൽ ഞാൻ എടുക്കാനും മറന്നുപോയി. പിന്നെ വേറെ സർവീസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഒരു എത്ര സാരി നമ്മളവിടെ ട്രൈ ചെയ്ത് നോക്കി, നമുക്കൊരു പിടുത്തമില്ല. പക്ഷേ അത്രയും നേരം നമ്മുടെ കൂടെ ക്ഷമയോടെ എല്ലാം വീണ്ടും വേണം നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നിന്ന് ഈ ചേച്ചിമാർ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഉടുത്ത് നോക്കുന്നുള്ളൂ. അവസാനം നമ്മൾ ആദ്യം ഈ ബനാറസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ 2 ഡിസൈനർ സാരിയിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് നമ്മൾ ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ നമ്മളത് ആ പ്ലാനങ്ങ് മാറ്റി. ഇത് ഏകദേശം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരു റിസപ്ഷൻ വൈബിലേക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞങ്ങളത് അങ്ങ് മാറ്റി, വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ സാരിയും കൂടെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മെൻ സെഷനിലേക്ക് ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ ഒക്കെ എടുക്കാൻ പോയി. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളപ്പം വേറെ കുറേ സാരികളൊക്കെ ഇങ്ങനെ നോക്കാൻ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു സെക്ഷനിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ എത്ര മണിയായി, ഒരു 12 മണിയായപ്പം 12 അല്ല, ഒരു 10-11 മണിയായപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു 6:30-7 മണിക്കാണ്.
അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ കല്യാണ പാർട്ടുകൾ ഒരുപാട് വീഡിയോസ് വന്നേക്കാം. അപ്പോൾ ഓക്കെ, ബായ്.